السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 141 യൗമു ആശുറ വഹുവ ആശിറുൽ മുഹറം എന്നു കാണും ഫിഖ്ഹിൻ്റെ എല്ലാ കിതാബുകളിലും. അഥവാ ആശുറ ദിനം അത് മുഹറമിൻ്റെ 10ാമത്തെ ദിവസമാണ്. എല്ലാ മാസങ്ങളിലും 10ാം ദിവസമുണ്ടെങ്കിലും ആശുറ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹറം 10. മുഹറം 10ൻ്റെ അന്ന് വിശ്വാസികൾ നിർവഹിക്കുന്ന സുപ്രധാനമായ ഒരു കർമ്മമാണല്ലോ വ്രതാനുഷ്ഠാനം. അതെ, അന്നേ ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല, വയുസന്നു മുതഅക്കിദൻ സൗമു യൗമി ആശുറ, ആശുറ ദിവസത്തിൽ നോമ്പെടുക്കൽ ശക്തിയേറിയ സുന്നത്താണ് എന്നാണ് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഹറം 10ൻ്റെ അന്ന് ആശുറ ദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. വിശുദ്ധ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പേ മത്ലൂബായ നോമ്പാണ് ആശുറ ദിനത്തിലെ നോമ്പ് എന്ന് ശറഹ് മുസ്ലിം അടക്കമുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആശുറ ദിനത്തിലെ നോമ്പിൻ്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബലഹാ. ആശുറ ദിനത്തിലെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ആ ആശുറ മുതൽ അതിൻ്റെ മുന്നോട്ടുള്ള ആശുറ വരെയുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അപ്പോൾ ഒരു വർഷം അവൻ ചെയ്ത ദോഷങ്ങളുടെ കഫാറത്തായിട്ടാണ് ഈ മുഹറം 10ലെ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ആകയാൽ മുഹറം 10ൻ്റെ നോമ്പ് നാം വളരെ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കേണ്ടതാണ്. അത് നിർവഹിക്കുന്നിടത്ത് നമുക്ക് അനാസ്ഥയുണ്ടാകരുത്. നമ്മുടെ വീട്ടിലെ വളർന്നു വരുന്ന കുട്ടികളെയും മറ്റുമൊക്കെ ആ നോമ്പ് അനുഷ്ഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.